ഒരു ദിവസേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഗുരുവായൂരപ്പനെ ഒന്ന് പോയി തൊഴുതു വന്നാലോ എന്നുള്ള ആലോചന മനസ്സിലേക്ക് വരുന്നത്. പിന്നെ സമയമൊന്നും വൈകിച്ചില്ല. ഫോണിൽ വിളിച്ച് കിഴക്കേ നടക്കടുത്തായിട്ട് 2 റൂമും ബുക്ക് ചെയ്തു. അപ്പോൾ ചില യാത്രകൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും അത് നടക്കണമെന്നില്ല. എന്നാൽ ചിലതാണെങ്കിലോ നമ്മൾ സഡൻ ആയിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നടന്നെന്നും വരും. രുക്മിണി റീജൻസിയിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ റൂമിനൊന്നും ഒരു കുഴപ്പവും പറയാനില്ല കേട്ടോ. 2 നോൺ AC, ആ 2 റൂമും നല്ല റൂമായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതാ ഫ്രഷായി അമ്പലത്തിലേക്ക് ഇറങ്ങി. ഇപ്പം അയ്യപ്പന്മാരുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. വരിയൊക്കെ എവിടെയോ എത്തിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിനകത്തേക്ക് കയറാനുള്ള. അപ്പോൾ ഈ വരി കണ്ടപ്പോൾ അൻഷു ആമി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മയെ വരി നിൽക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം, നമുക്ക് റൂമിൽ പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശരി, അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കാണെങ്കിലും തലവേദന ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം വൈകുന്നേരം നമുക്ക് പുറമേ നിന്ന് തൊഴുതിട്ട് നാളെ രാവിലെ അമ്പലത്തിനകത്തേക്ക് കയറാനുള്ള വരി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറമേ നിന്ന് നന്നായി തൊഴുതു. ഞങ്ങളൊന്ന് കണ്ണനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും പോയ സമയത്ത് ഞങ്ങൾ അവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ രാത്രിയുടെ വെളിച്ചത്തിൽ അവിടെ വെച്ച സാധനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നേ. അതൊക്കെ കണ്ടപ്പോൾ വാങ്ങി സ്വന്തമാക്കിയാലോ എന്നുള്ളൊരു മോഹം എനിക്കും തോന്നാതിരുന്നില്ല ഗൈസ്. അങ്ങനെ മോഹം പൂണ്ട് ഞാൻ നേരെ കയറി ചെന്നത് ഒരു ഫാൻസി ഷോപ്പിലേക്കായിരുന്നു. അങ്ങനെ ശരത്തേട്ടനെ സോപ്പിട്ടിട്ട് അവിടെ നിന്ന് കുറച്ച് വളയും മാലയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോണ്ട് അൻഷു മാമിയുണ്ട്, അവർക്ക് മോതിരം വേണമെന്ന് പറഞ്ഞിട്ട് മോതിരം വാങ്ങിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തലവേദന സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ശരത്തേട്ടനോട് പറഞ്ഞു, വാ നമുക്ക് ബ്ലാക്ക് കോഫി എന്തെങ്കിലും പോയി കുടിക്കാമെന്ന്. അങ്ങനെ ഞാനൊരു ബ്ലാക്ക് കോഫി എടുത്തു, അവർ കോഫിയും വാങ്ങിച്ച് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചൂട് കോഫി ഒന്ന് കുടിച്ച സമയത്താണ് എൻ്റെ തലവേദനയൊക്കെ ഒന്ന് പമ്പ കടന്നത്. ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഫോട്ടോ എടുത്ത്. രാത്രി ഭക്ഷണം അവിടെ നിന്ന് തന്നെ വാങ്ങി കഴിക്കുകയായിരുന്നു. ഇനി പിന്നെ റൂമിലേക്ക് പോയാൽ നേരെ കിടന്നുറങ്ങിയാൽ മതിയല്ലോ. ഇവിടെ ഗൈസ് 1ാമത്തെ ദോശ കഴിഞ്ഞ് പിന്നെയും വാങ്ങിച്ചതാ കഴിക്കണം. ദോശ ഫാന് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ ഇത്രയും ദോശ ഫാന്? എത്ര ദോശ കിട്ടിയാലും അല്ലേ? ഫുഡ് കഴിച്ച കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പിന്നെ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ചേട്ടൻ ഓടി വന്നിട്ട് അൻഷുവിനോടും ആമീനോടും കൈ കാണിക്കാൻ പറയുന്നത്. അവരാദ്യം എന്താണെന്നുള്ളത് അതിശയിച്ചിട്ടോ. കൈ കാണിച്ചപ്പോൾ കയ്യിലേക്ക് അതാ ലഡു വെച്ച് കൊടുക്കണു. അപ്പം ഞാനും നീട്ടി കൈ, എനിക്കും കിട്ടി, ശരത്തേട്ടനും നീട്ടി. അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പിന്നെ പോകുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ ചേട്ടൻ കൊടുക്കുന്നുണ്ട് ലഡു. ഭഗവാന്റെ ഒരു പ്രസാദമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് തിരിച്ചിങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ലേലം കണ്ടത്. ഭഗവാന് കിട്ടുന്ന വിളക്കുകളെല്ലാം ഇതുപോലെ ലേലം ചെയ്തിട്ട് ഓരോരുത്തർ വാങ്ങി കൊണ്ടുപോകാറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. അപ്പം ഞങ്ങളിതാ നേരെ ഇനി റൂമിലേക്ക് പോവാണ്. നാളെ രാവിലെ നേരത്തെ എണീക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം. 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി. മക്കളെയൊക്കെ ഒരുവിധം വെള്ളം പാർന്ന് കുളിപ്പിച്ചെടുത്തു. നല്ല തണുപ്പായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ വന്ന് നോക്കുമ്പോൾ വരി എവിടെയോ ആണ് കിടക്കുന്നത്. അപ്പോൾ വേഗം അതിൻ്റെ അറ്റത്ത് പോയി നിന്നു. 5 മണിക്കൂർ ഞങ്ങൾ വരി നിന്നിട്ടാണ് അകത്തേക്ക് കയറി എത്തിയത്. വരിയിൽ ഇരിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ഷീണവും തോന്നില്ല. അങ്ങോട്ടേക്ക് എത്തിയത് ഇരുട്ടത്താണെങ്കിലും തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവിടെ മൊത്തം വെളിച്ചം പരന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾക്ക് പ്രസാദം വാങ്ങിക്കണം, ചായ കുടിക്കണം. വിശന്നിട്ടാണെങ്കിൽ വയറ് കത്തുന്നുണ്ട്. അപ്പം പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ദർശനത്തിനുള്ള ക്യൂ ആണ്. എവിടെയോ എത്തിയിട്ടുണ്ട് ക്യൂ. അപ്പോൾ പ്രസാദം വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ വലിയ തിരക്കില്ലായിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ കിട്ടി. ആ പ്രസാദവും കൊണ്ടിട്ട് പായസമൊക്കെ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കിഴക്കേ നടയ്ക്ക് പുറത്തായിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ എത്തി നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു, വലിയ കുഴപ്പമൊന്നും പറയാനില്ല. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചത്തെ സമയമായിട്ടുണ്ട് കഴിക്കാനുള്ള. അപ്പോൾ ഒന്നിച്ച് മീൽസ് തന്നെ വാങ്ങിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് ചെന്നു. റൂമിൽ പോയിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ മമ്മിയൂർ അമ്പലത്തിലേക്ക് പോവാണ്. ക്ഷേത്രത്തിൽ ദീപാരാധനേൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടേക്കൊക്കെ ആൽത്തറേൻ്റെ അവിടെയും എല്ലായിടത്തുമായിട്ട് ദീപങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
അന്ന് രാത്രി അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആൽത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ എപ്പോൾ ഗുരുവായൂർ വരികയാണെങ്കിലും ഇവിടെ മമ്മിയൂരും പാർത്ഥസാരഥി ക്ഷേത്രത്തിലും തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലും വരാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ രണ്ടാമത് വന്നിരിക്കുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ഇത്തവണ നമുക്ക് പോകാൻ പറ്റിയില്ല. തിരക്ക് പിടിച്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കുറച്ച് സമയം പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അമ്പലത്തിൽ ഇതുപോലുള്ള സന്ദർശനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പം ഞങ്ങൾ ഇവിടെയൊക്കെ തൊഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഗുരുവായൂരിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പം ഇവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിൽ കയറി അങ്ങനെ അവിടെ നിന്ന് തൊഴുതിറങ്ങി. പിന്നെ മക്കൾക്ക് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ നേരെ നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ടോയ്സ് വേണം അച്ഛമ്മേന്നും പറഞ്ഞിട്ട് അച്ഛമ്മേനെ കൈ പിടിച്ച് വലിച്ച് ടോയ്സ് ഷോപ്പിലേക്ക് കയറ്റി അവിടെ നിന്ന് ഒരു കിച്ചൺ സെറ്റും അടിച്ചു മാറ്റി പോവുകയാണ് നമ്മുടെ ആമിക്കുട്ടി. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ആ റോഡ് സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഇന്ത്യൻ കോഫി ഹൗസ് കണ്ടു. ശരി, ഇന്ന് അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ശരവണഭവൻ കണ്ടത്. എങ്കിൽ ശരി, രാത്രിയിലെ ഭക്ഷണം ശരവണഭവൻ എന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമൊന്നും പറയാനില്ല. ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ചത് ഫ്രൈഡ് റൈസും അതുപോലെ ഗോബി മഞ്ചൂരി ആയിരുന്നു വാങ്ങിച്ചത്. അതുപോലെ അമ്മയും അച്ഛനും ഗീ റോസ്റ്റും വാങ്ങിച്ചു. അങ്ങനെ അവിടുന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് മറ്റൊരു ക്ഷേത്രത്തിലൂടെ പോകാനുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.